അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും സംശയമുള്ള കാര്യങ്ങൾ, അധികം ആൾക്കും സംശയമുള്ള കാര്യങ്ങൾ. പമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നമ്മളെ തൊടുകയോ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വുളൂഹ് ചെയ്ത സമയത്ത് ആ കുട്ടികളെ നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ ആ കുട്ടികളെ നമ്മൾ ആ കുട്ടികളെ പിടിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമ്മളെ നിസ്കാരം ബാത്തിലായി പോവോ അല്ലെങ്കിൽ നമ്മളെ വുളൂഹ് മുറിഞ്ഞു പോകുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്കുള്ള സംശയം എന്ന് വിചാരിച്ചാൽ ഈ പമ്പേഴ്സ് ധരിച്ച നജസ്സുള്ള ആ ഒരു സമയത്ത് പമ്പേഴ്സ് ധരിച്ച കുട്ടി നമ്മൾ നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് ഈ കുട്ടി വന്നിട്ട് നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മടിയിൽ കയറിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകുമോ എന്നാണ്. അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ അതിനൊരു ഇളവുണ്ടാവുമോ എന്നൊക്കെയാണ് പലർക്കും സംശയം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പമ്പേഴ്സിൻ്റെ ഉള്ളിൽ നജസ്സുള്ളൊരു കുട്ടി നമ്മളെ സ്പർശിച്ചതുകൊണ്ട് നമ്മൾ നിസ്കാരം ബാത്തിലായി പോവില്ല എന്നാണ്. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നജസ്സായ ഒരു കുട്ടി ഒന്നുകിൽ മൂത്രം കൊണ്ടോ അല്ലെങ്കിൽ കാഷ്ടം കൊണ്ടോ നജസ്സായ ഒരു കുട്ടി നമ്മളെ നിസ്കാരക്കുപ്പായം പിടിച്ച് തൂങ്ങുകയോ അല്ലെങ്കിൽ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പടത്തിൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മടിയിൽ കയറിയിരിക്കുകയോ ചെയ്താൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നജസ്സായ ഒരു കുട്ടിയെ തൊടുകയോ സ്പർശിക്കുകയോ ചെയ്താൽ, പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ തട്ടി നമ്മളെ കയ്യിലെടുക്കുകയോ നിസ്കരിക്കുന്ന സമയത്ത് എടുക്കുകയോ ചെയ്താലും നിസ്കാരം ബാത്തിലാകും. അല്ലാമ കല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹിസ്സലാം വിശദീകരിക്കുന്നു, നമ്മൾ കല്ല് കൊണ്ട് ശൗചം ചെയ്യുന്ന ഒരു വ്യക്തിയെ നിസ്കാരത്തിലേക്ക് വഹിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ആ ഒരു വ്യക്തി നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ തൊടുകയോ ചെയ്താലും നിസ്കാരം ബാത്തിലാകും. അതുപോലെയാണ് പമ്പേഴ്സ് ധരിച്ച കുട്ടികളെ എന്ന്. അപ്പം അധികം ആൾക്കാരും ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് അതിനു മുമ്പേ പമ്പേഴ്സ് ഇട്ട കുട്ടികളായിരിക്കും. അപ്പോൾ ആ ഒരു കുട്ടികൾക്കറിയില്ല. പക്ഷെ ആ ഒരു സമയത്തും കുട്ടികൾ നമ്മളെ പടത്തിൽ വന്നിരിക്കുകയും നമ്മളെ തൊടുകയും പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകണം. നമ്മൾ അറിവില്ലായ്മ കൊണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ വിചാരിക്കുക പമ്പേഴ്സ് ഉണ്ടല്ലോ എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചെയ്താലും നജസ്സുള്ള കുട്ടികളെ നമ്മളെ തൊടുകയോ നമ്മൾ എടുക്കുകയോ ചെയ്താൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും. അപ്പം നിസ്കരിച്ചതിനെ കൊണ്ട് പിന്നെ പ്രയോജനം ഇല്ലാതായി പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉംറ ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ പമ്പേഴ്സ് ധരിച്ചിട്ടാണ് കുട്ടികളെ എടുത്ത് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ നജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നജസ് മാറ്റിയതിന് ശേഷം, ആ പമ്പേഴ്സ് മാറ്റിയതിന് ശേഷം ഉംറ നിർവഹിക്കാൻ പോവുക. അതുപോലെ തന്നെ നിസ്കാരത്തിലായാലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന പ്രതിഫലം വെറുതെ കളയരുത്. ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് നമ്മളെ നിസ്കാരം ബാത്തിലായി പോവും, അമലുകൾ ബാത്തിലായി പോവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആയതുകൊണ്ടാവാം, പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.